വേരിയേഷൻ വണ്ടി കൊടുത്തിട്ടാ നമുക്ക് കസ്റ്റം വാൾ ഫോട്ടോയ്ക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള സ്വിഫ്റ്റ് ആട്ടോ. ഇത് മൊറൈഡ് എന്നാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇത് നമ്മളെ സിംഗർ ഫാദിൻ്റെ വണ്ടി കേട്ടോ. ഇത് അത്യാവശ്യം പക്കായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ട് ബമ്പർ, ഈ രണ്ട് അലവ്, ബാക്ക് സൈഡ്. ഇത് വണ്ടി പൊക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ഡീറ്റെയിൽ കാണില്ല. ഞാൻ അതുപോലെ തന്നെ ഇതിൻ്റെ സൈലൻസർ പറയുമ്പോൾ സൈലൻസർ അത്യാവശ്യം വലുപ്പമുള്ളത്, അതായത് ജോയിൻറ്റ് കാര്യങ്ങൾ വരുന്നില്ല. ഫ്രണ്ടിൽ ചെറിയൊരു പീസ് വന്നിട്ട് പിന്നെ സെൻട്രൽ ക്രോസിൻ്റെ അവിടെ നിന്ന് നേരെ ഇത്രയും വലുപ്പമുള്ളൊരു പീസായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ അയച്ച് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. കാരണം വണ്ടി ലിഫ്റ്റും അല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഭാഗം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് 3-4 പ്രാവശ്യം ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പക്കാവുള്ളൂ എന്നല്ല കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു സ്പോട്ട് അടിച്ചതിന് ശേഷം കയറ്റി കേട്ടോ. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ആ ഒരു ഭാഗം ഫുള്ള് സ്പോട്ട് അടിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഭാഗമാണ് ഇതിൻ്റെ സൈലൻസർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പീസ് ഇതുണ്ടോ, ഇത് അവർ കൊടുത്താൽ തന്നെ കേട്ടോ ഈ ഒരു പീസ്. അപ്പോൾ ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ MCലും കാര്യങ്ങളൊക്കെ ഇട്ട് പക്കാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്ലേറ്റൊക്കെ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഇന്നലെ വൈകുന്നേരമായിട്ടാണ് വണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ക്ലിയർ ചെയ്ത് വെച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം ഇത് പോസിബിൾ ആവും നമുക്കറിയില്ല. കാരണം വെച്ചാൽ ഈ ഒരു പൈപ്പിനേക്കാൾ ചെറിയൊരു വണ്ണം കൂടുതൽ ഇതുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഏകദേശം എൽബോ കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ആ അത്രയും പോസ്റ്റ് ഇതിനകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കേട്ടോ. മറ്റേ ഇതിനകത്ത് കൂടെ ചെറിയ എയർ പോയതിനു ശേഷം ബാക്കി ഔട്ടാണ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ മാറ്റം വരും. അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ഭാഗം ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. പിന്നെ അതിനനുസരിച്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ അടിയിൽ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് കണ്ടോ, ഈ ഒരു പൈപ്പ് ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു സൈഡിലേക്ക് വൈഡായി കൊടുത്തുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം ഇവിടെ ഗ്യാപ്പ് കിട്ടും. പിന്നെ പരമാവധി ഈ ഒരു ഫ്രണ്ടേജിക്ക് നമ്മൾ സെറ്റ് ചെയ്യണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു മഫ്ലർ സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ സെറ്റ് ചെയ്താൽ സൗണ്ട് കിട്ടും. പക്ഷേ ഈ ഒരു മഫ്ലറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു മഫ്ലർ പക്കല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ അലമ്പാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു മഫ്ലർ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇതിനകത്ത് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്ട്രൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മഫ്ലറും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ലോഡാവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗം പരമാവധി ഇത്രത്തോളം കയറ്റിയാണ് നമ്മൾ ചെയ്യും. എന്നിട്ട് പിന്നെ മഫ്ലർ നമ്മൾ ഏതാണ് എടുക്കുക അതിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മഫ്ലർ ഇല്ലാത്തതിൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ അത്യാവശ്യം. ഇത്രയും ഭാഗം നമ്മൾ സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ത്രോട്ടിൽ ബോഡി മുൻകൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗം. പിന്നെ അത് എൽബോ അടിച്ച് ഇതിനകത്ത് കയറ്റി. പിന്നെ ഇതിൻ്റെ ഈ ഇത്രയും ഭാഗം ചെറിയൊരു പോർഷൻ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഫോഴ്സ് കൂടുതൽ ഇതിനകത്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ സ്പോട്ട് അടിച്ചതിന് ശേഷം ഇപ്പോൾ 2 വട്ടം കയറ്റി ഇറക്കിയിട്ടാണ് ഇത്രയും ഭാഗം കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടോ കാണാൻ കഴിയില്ല ഒരു കട്ടിങ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ പാതി ഇങ്ങോട്ടും പാതി ഇങ്ങോട്ടും വരുന്ന ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തുള്ള ഓടും കാര്യങ്ങളൊക്കെ പക്ക കേട്ടോ. ഇത് ഫുള്ള് സ്പോട്ട് അടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് ഡീറ്റെയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളതും ഈ ഒരു വീഡിയോയിലും കാണിച്ചു തരാം. ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ത്രോട്ടിൽ ബോൾഡ് ആ ഭാഗം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ മുകളിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് അടിഭാഗം എന്ന് പറഞ്ഞത് ഈ ഒരു പൊസിഷൻ കേട്ടോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം വരുന്ന ടൈമിൽ ഇവിടെ നമ്മൾ കേബിൾ ഇട്ടാലും അത്യാവശ്യം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. പിന്നെ ഇതിന് മൊത്തം സ്പോട്ട് അടിച്ചിട്ട് ഇവിടെ MCയിൽ നമ്മൾ കേട്ടോ ഈ ഒരു ഭാഗത്ത് അത് തുരുമ്പ് കാര്യങ്ങൾ വരണ്ടെന്ന് എഴുതിയിട്ട് പിന്നെ ചെറിയ ഓളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അടയാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കണ്ടോ ഫുൾ വെൽഡിങ് കഴിഞ്ഞ് MCയിലും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴേക്ക് ടൈം അത്യാവശ്യമായി ഇപ്പോൾ ഡാർക്കായി. ഇതുണ്ടോ ഇത്രയും ഭാഗം നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക ഈ ഒരു ത്രോട്ടിൽ ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള റൗണ്ടും അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഈ റൗണ്ടും കൂടെ ജസ്റ്റ് കറക്റ്റ് ആക്കണം. അതുപോലെ ഈ ഒരു ഭാഗം ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ചും കൂടി വ്യാസം കൂട്ടണം എന്നുള്ള കേട്ടോ. അപ്പോൾ അതും കൂടി ക്ലിയർ ആക്കിയിട്ട് ആ ഒരു ഭാഗങ്ങൾ കാണിച്ചു തരാം. അതുപോലെ ഇതിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ നൈറ്റുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ. ബാക്കി ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിനകത്ത് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ വന്ന് പിന്നെ ഈ ക്ലാമ്പ് അടിയിലേക്ക് വരിക. അതുപോലെ നമ്മൾ ഈ ഒരു ഓളിൻ്റെ കാര്യത്തിൽ മെഷർമെൻറ്റ് കാര്യങ്ങൾ പക്കയാണ്. അതുപോലെ ഈ ഓളും പക്കായിട്ട് സൂട്ടാവും. ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ട് അപ്പോൾ കേട്ടോ ത്രോട്ടിൽ സെറ്റ് ചെയ്തു. അതിനകത്ത് MCയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇതുണ്ടോ ഇത്രയും ഭാഗം. പിന്നെ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഒരു മിനിറ്റ് ബൾബ് വെക്കണം കേട്ടോ. ഇതുണ്ടോ അപ്പോൾ അങ്ങനെ സെറ്റിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഈ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെയാണ് ഫിറ്റിങ് വരുന്നത്. ബാക്കി കേബിളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം ടൈമായിട്ടോ ഒരു 10 മണി 10:30 കഴിഞ്ഞ ടൈമായിട്ടുണ്ട് നമ്മൾ വണ്ടി ഇറക്കണേ. ബാക്കി നമ്മൾ രാവിലെ കാണിച്ചു തരണം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം.
വണ്ടർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. പിന്നെ ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് കുത്തുമ്പം ഇറക്കിയിട്ടില്ല, അതങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അടിഭാഗം ഫുള്ള് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും കാണിച്ചു തരാം. അപ്പോൾ തൊട്ട് അതിൻ്റെ അടിഭാഗത്ത് ഫിറ്റിങ് വരുമ്പോൾ ഫ്രണ്ട് ഏജ് ഇതുണ്ടോ, ഇവിടെയാണ് കണക്ഷൻ വരിക. അതിന് ശേഷം ഇവിടെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്, അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു മഫ്ലർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളും കിട്ടും. അതുപോലെ ബാക്ക് സൈഡ് കണ്ടോ, അടിയും കാര്യങ്ങളും തട്ടിയിട്ടില്ല, പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പീസ് ഇതുകൊണ്ട് കട്ട് ചെയ്തെടുത്തില്ല, ചെറിയ ഹോൾട്ട് കൊണ്ട് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റോട് മാറ്റം വരില്ല. പിന്നെ ഇതിൻ്റെ ഭാഗം കുറച്ച് പൊക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫിറ്റിങ്ങിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേബിൾ കൊണ്ടുപോയിട്ടുള്ളത് പറഞ്ഞാൽ ഇതിനകത്ത് കൂടെ കണ്ടോ, കേബിളിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്, അതിങ്ങനെ ബെൻഡാക്കി കൊണ്ടുപോയിട്ട് നേരെ ഫ്രണ്ടിൽ കൂടെ കയറ്റിയിട്ടുണ്ട്. എത്രത്തോളം ഇതിൽ കാണാൻ കഴിയേണ്ടവരില്ല, ഫ്രണ്ടിൽ കൂടെ കയറ്റിയിട്ട് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ അടിയത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് എവിടെയെങ്കിലും ത്രോട്ടിൽ കൂടിയും കാണാൻ കേട്ടോ. അത് ഇത്രത്തോളം ഉള്ളിലായിട്ട് എടുത്ത് കിടക്കണം. ഈ ഭാഗം അത്യാവശ്യം സ്പേസ് ഉണ്ട് വണ്ടിക്ക് ഫ്രണ്ട് നമ്മൾ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, കണ്ടോ ഇത്ര ഉള്ളിലായിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു ഭാഗം പ്രശ്നമില്ല. പിന്നെ ഈ ഒരു ക്യാനിൻ്റെ ഇത്രയും ഒരു ഗ്യാപ്പ് നമുക്കുണ്ട്. അപ്പോൾ നമുക്കിത് സൗണ്ട് കമ്മിയാണ് ലോഡാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ബാസോ കാര്യങ്ങൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ട മഫ്ലർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അത്രയും പറ്റിയ ചെറിയ SC അങ്ങനെ ചെറിയ സാധനങ്ങൾ ഇവിടെ കയറ്റാനില്ല, അത്രയും ഗ്യാപ്പുള്ളൂ. എന്നാലും നമുക്ക് അത്യാവശ്യം സൗണ്ടിൽ വേരിയേഷൻ വരുത്താം, ആ ഒരു പീസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ സൗണ്ട് അത്യാവശ്യം ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ബാക്ക് സൈഡ് കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ സൈലൻ്റ് പൊസിഷനും പോകുന്നത്. നമ്മളിപ്പോൾ ട്രെയിൽ പോയി വരിക കേട്ടോ, അവിടെ ഇറങ്ങാൻ കേട്ടോ, ആക്സിഡൻറ്റ് കൊടുക്കാതെ പോകുന്നില്ല. ഒരു ബാസിന് കേൾക്കുന്നുണ്ടല്ലേ തെളിലായിട്ട് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഫ്ലറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്, ബാസ് കൂടും. ഇപ്പം എങ്ങനെയാ വെച്ചാൽ ആ ഒരു ത്രോട്ടിൽ ബോർഡിൻ്റെ ആ ഒരു സൗണ്ട് ഇതിലുണ്ടാവുള്ളൂ, ഇനി വേരിയേഷൻ വരുത്തണം. വണ്ടി ആ പൊടി പിടിച്ചെടുക്കാൻ കേട്ടോ, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറിയൊരു മട്ടത്തിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി വെള്ളമാണ് കേട്ടോ, ഇതുമ്പോൾ കയറ്റിയിട്ടുള്ളതാണ്. പിന്നെ നോർമൽ സൗണ്ട് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഇത് നോർമൽ സൗണ്ട് കണ്ടോ, ഇത്ര ലോങ് പിടിക്കുമ്പോഴും സ്മൂത്ത് സൗണ്ട് കേട്ടോ. അടിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പൊസിഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ. പിന്നെ ത്രോട്ടിൽ ഓപ്പൺ ആക്കിയിട്ട് കേട്ടോ, ഇത് പുള്ളിയുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരുള്ളൂ. പക്ഷേ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോഴാണ് അതിന് മാറ്റം വരിക. പിന്നെ മറ്റുള്ള വണ്ടികളെ പോലെ കട്ടൗട്ടും കാര്യങ്ങളും കിട്ടില്ല കേട്ടോ. ഇതിന് വേരിയേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻസർ ടൈപ്പ് ആകുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരും കേട്ടോ. ഇപ്പോൾ കട്ടൗട്ടും കാര്യങ്ങളും കിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ, പുറത്തുനിന്ന് കണ്ടതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചോ. എടാ സ്റ്റാർട്ടി, ഇത് നോർമൽ സൗണ്ട് പുള്ളിതാ. പുള്ളി ഇതിട്ട് എത്രത്തോളം കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. സൗണ്ടിൽ വേരിയേഷൻ വന്നില്ല കൊടുത്തിട്ടോ. ചോട്ടി പിടിക്കണ്ട, ചോട്ടി ചെറിയ കിട്ടൂല, കട്ട് ഓഫ് ഇല്ല. ജസ്റ്റ് കൊടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി, ജസ്റ്റ് കൊടുത്ത് ഇങ്ങനെ ഇട്ടോക്കെ. അല്ല ഒരു അത് കൊടുത്തിട്ട് ചോട്ടി പിടിക്കണ്ട, ഒരു പറഞ്ഞതാ. കൊടുത്തിട്ട് രണ്ടോടെ കൊടുത്തിട്ട് ഇങ്ങനെ വിട്ടോക്കെ, ആ ആങ്കർ വേറെ ഫീൽ ചെയ്യും. അങ്ങനല്ല രണ്ടോടെ കൊടുക്കുക, എന്നിട്ട് വെല്ല വിട്ടോക്കെ. അതിങ്ങനെ ഒരു മൂളക്കണുണ്ടോ, സെറ്റാണ്. ഒന്നുകൂടെ കൊടുക്കും, ഞാൻ അടിയിൽ നിന്ന് വീട് എടുക്കാം കൊടുത്താ. കൂടുതലായിട്ടുള്ള ഒരു ഭാഗം ഇട്ടാണ്, കാരണം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ
ഇത്ര ഭാഗം ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. കേട്ടോ 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 അപ്പോൾ ഇതൊക്കെയാണ് സ്വിഫ്റ്റിൽ വാൾ ഓട്ടോണിക്ക് ചെയ്യണതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ എത്രത്തോളം ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തെന്ന് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാമെന്നുള്ളതാണ്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.